നമസ്കാരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് 4 മാസം പിന്നിട്ടു. കൃത്യമായി പറഞ്ഞാൽ 127 ദിവസം. ഇപ്പോഴും ദുരിതാശ്വാസത്തിന്റെ കാര്യത്തിൽ തർക്കം തുടരുകയാണ്. ഏറ്റവും ഒടുവിലായി സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രംഗത്തെത്തി. വിശദമായ കണക്കുകൾ സമർപ്പിക്കാൻ വൈകി എന്നാണ് വയനാട് MP പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ മറുപടിയിലെ കുറ്റപ്പെടുത്തൽ. നവംബറിൽ മാത്രമാണ് കണക്ക് നൽകിയത് എന്നാണ് പറയുന്നത്. ഇനി പഠിച്ച് സഹായം നൽകും എന്നാണ് ഉറപ്പ്. കാലതാമസം എന്നത് കേരളം നിഷേധിക്കുന്നു. അതിനിടെ സഹായധനം സംബന്ധിച്ച കണക്കുകളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാങ്കേതികത്വം പറഞ്ഞ് കൂടുതൽ ദുരിതത്തിലേക്ക് മുണ്ടക്കൈ ചൂരൽമല നിവാസികളെ രാഷ്ട്രീയ പാർട്ടികൾ തള്ളിവിടുന്നതിനേക്കാൾ വലിയ മറ്റെന്ത് ക്രൂരതയാണ് ഉള്ളത്? സഹായം കിട്ടാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കണം ഈ ജനത? വയനാടിനെ തഴഞ്ഞതാര്? ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നു. സ്വാഗതം. ഇന്ന് ന്യൂസ് ഈവനിംഗിലെ അതിഥികൾ BJP വയനാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് മലവയൽ, ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് എന്നിവരാണ്. ശ്രീ റെജി ലൂക്കോസ്, ഏറ്റവും ഒടുവിലായി ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ മറുപടിയിൽ പറഞ്ഞ കാര്യത്തിൽ തുടങ്ങാം. നവംബർ 13-ന്, അതായത് ഈ ദുരന്തമുണ്ടായി 3.5 മാസം കഴിഞ്ഞാണ് വിശദമായൊരു മെമ്മോറാണ്ടം, അസസ്മെന്റ് മെമ്മോ കേരളം സമർപ്പിച്ചത് എന്നതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നത്. ഈ കാര്യത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് കേന്ദ്രം എന്നതും അവർ വിശദമാക്കുന്നു. പ്രധാനമന്ത്രി ഇത് വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ അയച്ചു. കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പിണറായി വിജയനുമായി സംസാരിച്ചു. എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. പിന്നെ NDRFന്റെ 4 സംഘം, കോസ്റ്റ് ഗാർഡിന്റെ എത്ര സംഘം, സൈനികർ, കരസേന, നാവികസേന, അവരുടെ ഹെലികോപ്റ്ററുകളുടെ എണ്ണം, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. NDRFന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം വളരെ കൃത്യമായി അവർ വിശദീകരിക്കുന്നുണ്ട്. അടിയന്തര സഹായമായി ജൂലൈ 31-ന് 145.6 കോടി, ഒക്ടോബർ 10-ന് 145.6 കോടി, അങ്ങനെ 291 കോടി ഇതിനോടകം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നവംബറിലാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അതിനി പഠിക്കണം, പഠിച്ചു കഴിഞ്ഞ് കേന്ദ്രം സഹായം നൽകും എന്നുള്ളതാണ്. ഇത് പ്രധാനമന്ത്രി ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിച്ചതിന് ശേഷം പറഞ്ഞിരുന്നു. അതായത് വീട്, സ്കൂള്, റോഡ് ഉൾപ്പെടെ ഇതൊക്കെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു പുനരധിവാസം വേണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതാണ്. പക്ഷെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യത്തെ പോലും നടപ്പിലാക്കാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു അനാസ്ഥ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഈ കാലതാമസം മൂലം എന്നതാണ് ഇപ്പോൾ കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത്. ഇത് വസ്തുതയാണ്. പച്ചക്കള്ളെന്ന് പറഞ്ഞാൽ കല്ല് വെച്ച് നുണ. അതായത് കേരള ഹൈക്കോടതിയിൽ കേരള സർക്കാർ പരാതി കൊടുത്തു, ഈ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും അടിയന്തര സഹായമാണെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം അവഗണിച്ച ഒരു സാഹചര്യത്തിൽ അന്നൊരു ഡീറ്റെയിൽ മെമ്മോറാണ്ടം കേന്ദ്രത്തിന് നൽകി. ആ നൽകിയതിന്റെ കോപ്പിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേരളം സമർപ്പിച്ചിരിക്കുന്നു. 2200 കോടി രൂപയിൽ 1110 കോടി രൂപ അടിയന്തരമായിട്ട് കേരളത്തിന് അനുവദിക്കണമെന്ന് പറഞ്ഞ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെമ്മോറാണ്ടം ഉണ്ട്. ആ മെമ്മോറാണ്ടത്തെ വക്രീകരിച്ചുകൊണ്ട് ദുഷ്പ്രചരണം നടത്തിയ കുറെ മാധ്യമങ്ങൾ അതില് 24 അന്തസ് കാണിച്ചു. ശ്രീകണ്ഠൻ സാറ് പറ്റിയ പെശക് അദ്ദേഹം മാപ്പ് പറഞ്ഞത് പിൻവലിക്കുകയും ചെയ്തു. ചില മാധ്യമങ്ങൾ അതിന് തയ്യാറായിട്ടില്ല. എങ്കിലും ആ തെറ്റ് എന്താണെന്നുള്ളത് കേരളം മുഴുവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരളം നിവേദനം കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള മെമ്മോറാണ്ടം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളെയും ഈ രാജ്യത്തെ ഒരു വിഭാഗം എന്താ പറയാ ജനതയോട് കാണിക്കുന്ന കടുത്ത വിവേചനവും കടുത്ത ദ്രോഹമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഇത് ആദ്യമായിട്ടല്ല കേരളത്തോട് കാണിക്കുന്ന ഈ കടുത്ത അവഗണന, ഈ ദ്രോഹം. 2000 പ്രളയത്തിൽ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ കേരളത്തിന് ലഭിക്കേണ്ട, കേന്ദ്രം മുഖം തിരിച്ചു വന്നപ്പോൾ ലഭിക്കേണ്ട പണം പോലും അവർ ബ്ലോക്ക് ചെയ്തു. കൂടാതെ അന്ന് അരിക്ക് നൽകിയ പൈസ, ഹെലികോപ്റ്റർ വന്നതിന്റെ ക്യാഷ് എല്ലാം 269 കോടി രൂപയോളം തിരിച്ചു പിടിച്ചു. ഇത് തന്നെയാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ആകെ നൽകിയിരിക്കുന്ന 77 കോടി രൂപയാണ്. ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ട് എല്ലാ വർഷവും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും കിട്ടുന്ന ഒരു വിഹിതം മാത്രമേ കേരളത്തിൽ ലഭിച്ചിട്ടുള്ളൂ. ഇനി മറ്റൊരു ശ്രദ്ധേയമായ കാര്യം പറയാം. നമ്മുടെ ഈ മുണ്ടക്കൈ ദുരന്തം നടന്ന 8 ദിവസങ്ങൾക്ക് ശേഷം ആണ് ആന്ധ്രാപ്രദേശിൽ പ്രളയം ഉണ്ടാകുന്നത്. ആന്ധ്ര തെലങ്കാന പ്രദേശങ്ങളിൽ പ്രളയം ഉണ്ടാകുന്നത്. ആ പ്രളയത്തിൽ മരിച്ചത് 35 പേരാ. കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി പൃഥ്വിരാജ് ചൗഹാൻ അടിയന്തരമായിട്ട് 2ാമത്തെ ദിവസം കൂടെ ലാൻഡ് ചെയ്ത് 3446 കോടി രൂപ അടിയന്തര ധനസഹായമായിട്ട് 2 സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രഖ്യാപിച്ചു. അത് ഡൽഹിയിൽ എത്തിയ ഉടനെ അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 10ാമത്തെ ദിവസം അവിടെ വന്ന് ഒരു ദിവസം മുഴുവൻ ഷോ കാണിച്ച് കുഞ്ഞുങ്ങളെ വരെ മടിയിലെടുത്ത് വയനാടിനൊപ്പം കേരളത്തിനൊപ്പം ഈ രാജ്യം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിട്ട് പോയിട്ട് 1 രൂപ ഒരു അടിയന്തര ധനസഹായം പോലും നൽകിയില്ല. 77 കോടി രൂപ നൽകിയത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത 1160 കോടി രൂപയുടെ ഒരു വിഹിതമായിട്ട് ലഭിച്ചിട്ട് തന്നെ ഇന്ന് 21 ദിവസമേ ആയിട്ടുള്ളൂ.
127 ദിവസം കഴിഞ്ഞ് ഈ ദുരന്തം കഴിഞ്ഞിട്ട് എന്നിട്ട് എങ്ങനെയാണ് കേരളം ഡീറ്റെയിൽ ആയിട്ടുള്ള നിവേദനം കൊടുക്കാത്തതുകൊണ്ടാണ് ഈ പൈസ വരാത്തെന്ന് പറയുന്നത്. ഇനി അതെ. രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് അടിയന്തര സഹായം എന്ന് പറയുന്നത് നിവേദനം കൊടുത്തിട്ടാണോ ലഭിക്കേണ്ടത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഹിമാചൽ പ്രദേശിൽ വയനാട് ദുരന്തത്തിനോടൊപ്പം നടന്ന പിന്നെ ആ ദിവസങ്ങളിൽ നടന്ന ഹിമാചൽ പ്രദേശിലെ ഒരു മലയിടിച്ചിലിൽ മരിച്ചത് കേവലം 6 പേര്. അവിടെ കൊടുത്തത് അടിയന്തര സഹായമായിട്ട് കൊടുത്തത് 72.8 കോടി രൂപയാണ്. ഇത് തന്നെയാണ് മഹാരാഷ്ട്രയ്ക്ക് ലഭിച്ചത്. എന്തുകൊണ്ട് കേരളത്തിന് അടിയന്തര സഹായം ഈ കേന്ദ്ര സർക്കാർ നൽകിയില്ല? അപ്പൊ അതെ. ഒന്നേ ഉള്ളൂ, കേരളത്തിലെ ജനങ്ങൾ ശത്രു രാജ്യത്തിനോട് കാണിക്കുന്ന രീതിയിലുള്ള ദയ പോലും കേരളത്തിലെ ജനങ്ങളോടോ വയനാട്ടിലെ അതാണ് ഇതിൽ എന്താണ് ശ്രീ ദുരിതബാധിതർക്കോ പ്രശാന്ത് മലവയൽ, താങ്കൾക്ക് ഈ ദുരന്തം എന്താണ് എന്ന് അടുത്ത് അറിഞ്ഞ് ഇവരുടെ ദുരിതം എന്താണ് എന്ന് അടുത്തറിയുന്ന ആൾ കൂടിയാണ്. ഇങ്ങനെ മതിയോ സഹായം? ഒരിക്കലും പോരാ. ഈ റെജി ലൂക്കോസ് നോക്കൂ, ഏതൊക്കെ തരത്തിലാണ് ഇതിനെ വക്രീകരിച്ച് കൊണ്ടുപോകുന്നത്. അവർ ആദ്യം എടുത്തിട്ടുള്ള നുണ, ആ നുണ ഓരോന്നോരോന്നായി പൊളിയുമ്പോൾ പോലും അത് പൊളിഞ്ഞു എന്ന് സമ്മതിക്കാൻ പോലും തയ്യാറാകാതെ ഇങ്ങനെ അത് ആവർത്തിച്ച് കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? ഇത് പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ട റെജി ലൂക്കോസ് താങ്കൾ ഒന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ 13-ാം തീയതിയാണ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് പോലും കൊടുക്കാൻ തയ്യാറായത് എന്ന് പറയുമ്പോൾ അത് വസ്തുതാപരമായി സത്യമാണ് എന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ട് കൂടി നിങ്ങൾ പറയുന്നത് അങ്ങനെയോ അതല്ല, അതിന് മുൻപേ തന്നെ ഞങ്ങൾ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രിക്ക് പറയാനുള്ളത് ശ്രീ പ്രശാന്ത് മയിൽ, ഞാനൊന്ന് ഇടപെടുകയാണ്. റവന്യൂ മന്ത്രി പറയുന്നു ഓഗസ്റ്റ് 15-നാണ് കേരളം ആദ്യ മെമ്മോറാണ്ടം സമർപ്പിക്കുന്നത്. അതാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്കൊരു പിഴവ് പറ്റിക്കൊണ്ട് അത് തെറ്റായി പറഞ്ഞു എന്ന് പറയുന്നത് ഓഗസ്റ്റ് 15. പിന്നീട് ഓഗസ്റ്റ് 14 ദേശീയ ദുരന്ത നിവാരണ സമിതി നിർദ്ദേശിച്ച പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് അത് കേരളം തയ്യാറാക്കി 17-ാം തീയതി കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്. നഷ്ടപരിഹാര കണക്ക് വളരെ കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ടുള്ള മെമ്മോറാണ്ടം. ഇത് നമ്മുടെ മന്ത്രി പറയുന്നതാണ് ശ്രീ പ്രശാന്ത് മലവയൽ. ഓഗസ്റ്റ് 17-ന് ഈ നിവേദനങ്ങൾ എവിടെ പോയെന്ന് ഇന്നും മന്ത്രി ചോദിക്കുകയാണ്. കൂടാതെ 3 ആവശ്യങ്ങൾ കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. L3 ദുരന്തമായി പ്രഖ്യാപിക്കണം. കൂടാതെ മുഖ്യമന്ത്രി നേരിട്ട് പ്രധാനമന്ത്രിയെ കണ്ടു. അപ്പോൾ അത് പരിഗണിക്കാമെന്ന് എന്നോ പറഞ്ഞതാണ് പ്രധാനമന്ത്രി. ഇപ്പോഴും പറയുന്നത് കേന്ദ്രത്തിൽ നമ്മൾ സഹായം പ്രതീക്ഷിക്കുന്നു എന്ന് കേരള സർക്കാർ പറയുകയാണ്. 3 കാര്യങ്ങൾ പ്രധാനമായും കേരളം ആവശ്യപ്പെട്ടത്: 1, L3 വിഭാഗത്തിൽ പെടുത്തണം. ദുരന്ത ബാധിതരുടെ കടം എഴുതിത്തള്ളണം. അത് സെക്ഷൻ 13 പ്രകാരം കടം എഴുതിത്തള്ളാൻ കേന്ദ്രത്തിന് കഴിയും, പക്ഷേ അതിലൊന്നും ചെയ്തിട്ടില്ല. അഡീഷണൽ അസിസ്റ്റൻസ് നൽകണം. ഈ 3 കാര്യങ്ങൾ കേരളം ആവശ്യപ്പെട്ടിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ റവന്യൂ മന്ത്രിയാണ് ശ്രീ പ്രശാന്ത് മലവയൽ. നോക്കൂ മാഡം, ഈ പറയുന്നത് വസ്തുതാപരമായിട്ട് തെറ്റാണ് എന്ന് മാധ്യമങ്ങൾക്കറിയാം. മാധ്യമങ്ങൾ ഇത് അറിയാതെ നിങ്ങളത് വീണ്ടും മന്ത്രിയുടെ വാക്കുകളുടെ പുറകെ പോകുന്നതല്ല. ഓഗസ്റ്റ് മാസം 17-ാം തീയതി കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ഉണ്ട് എന്ന് പറയുന്നത് ഞാനും സമ്മതിക്കുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് അവർക്ക് വേണ്ടിയിട്ട് 4 കോടി രൂപ, ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈക്ക് വേണ്ടി 10 കോടി രൂപ, അക്കോമഡേഷന് വേണ്ടി വളണ്ടിയർമാരുടെ അക്കോമഡേഷന് വേണ്ടി 15 കോടി രൂപ. നോക്കൂ, ഇതാണ് മേഡം അവർ കൊടുത്തിട്ടുള്ളത്. ഇതാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതല്ലാന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? ഒരു കടലാസ് തരാൻ പറയുമോ അദ്ദേഹത്തിന്റെ അടുത്ത്? നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു മേടിക്കാലോ. റെജി ലൂക്കോസ്, അതിനെന്താണ് മറുപടി? ഇപ്പോഴും ഈ എസ്റ്റിമേറ്റഡ് കണക്കിന്റെ ഇത് പറഞ്ഞുകൊണ്ടാണ് പ്രതിരോധിക്കുന്നത്. ശരിക്കുള്ള കണക്കുകൾ സമർപ്പിച്ചത് നവംബർ 13-ന് തന്നെ എന്നതാണ്. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് ഈ കണക്ക് പറഞ്ഞിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയോട്, വയനാട് MP-യോട്. ശ്രീ റെജി ലൂക്കോസ്, അതായത് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ടുള്ള മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് കൊടുത്തോടൊപ്പം തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് ഈ കേരള ഹൈക്കോടതിക്ക് നൽകി. അതിന്റെ ഒരു കോപ്പിയാണ് മാധ്യമങ്ങളിലൂടെ എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചത്. ഞാനത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം പറയുന്ന ഞാൻ നുണ പറയുന്ന ബഹുമാനപ്പെട്ട BJP-യുടെ ജില്ലാ പ്രസിഡന്റ് കേരളത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. താങ്കൾക്ക് ഒരു ഉത്തരവാദിത്വം വയനാട്ടിലെ ജനങ്ങളോടുണ്ട്. താങ്കളുടെ പാർട്ടി ഭരിക്കുന്ന കേന്ദ്രം പതിവായിട്ട് കേരളത്തിലെ ജനങ്ങളെ, ഞാൻ ആ വാക്ക് ഉപയോഗിച്ചു, ശത്രു രാജ്യത്തിനോട് പോലും ചെയ്യാത്ത ക്രൂരത. ഞാൻ നിങ്ങളുടെ ഉദാഹരണം പറയാം. പാകിസ്ഥാനിൽ 2018 വലിയൊരു ഞാനൊരു കാര്യം, ഇപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ശ്രീ പ്രശാന്ത് മലവയൽ, ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയുണ്ട് എന്ന് താങ്കൾക്കറിയാം, നേരിട്ട് ബോധ്യമുള്ളതാണ്. മറ്റൊന്ന്, പ്രധാനമന്ത്രി നേരിട്ട് ഇവിടെ വന്ന് കാര്യങ്ങൾ കണ്ടുപോയ ആളാണ്.
ഇതൊക്കെ ഇപ്പോൾ ഒരു നിവേദനം എന്നൊക്കെ ഉള്ളത് പോലും നമുക്കൊന്ന് മാറ്റിവെക്കാം. ഒരു അടിയന്തര ധനസഹായം എന്ന തരത്തിലേക്ക് തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ടതല്ലേ വയനാടിനെ? ഇപ്പോൾ നേരത്തെ റെജി ലൂക്കോസ് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. ഈ സമയത്തും ഇത് കഴിഞ്ഞുമൊക്കെ ഉണ്ടായ ചെറിയ പ്രളയ ദുരന്തം അതുമായി താരതമ്യം ചെയ്യുമ്പോൾ അതൊരു വലിയ ദുരന്തം പോലുമല്ല. അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾക്ക് അടിയന്തര സഹായമായി കോടിക്കണക്കിന് രൂപ കൊടുത്തതും എന്തുകൊണ്ട് ഇത്ര വലിയ ദുരന്തം നേരിട്ട വയനാട്ടിനെ നിങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന ചോദ്യം അത് പ്രസക്തമല്ലേ ശ്രീ പ്രശാന്ത് മലവയൽ? ഇത് എത്ര ദിവസമായി നമ്മൾ ഇത് തന്നെ ചർച്ച ചെയ്യുന്നു. നോക്കൂ, അടിയന്തര സഹായം കൊടുത്തിട്ടില്ല എന്ന് ഇവർ പറഞ്ഞാൽ അത് വിശ്വസിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയാണോ നമ്മൾ മാധ്യമങ്ങളടക്കം ചെയ്യേണ്ട പണി? ജൂലൈ 30 ദുരന്തം നടക്കുന്നു. ജൂലൈ 31 145.6 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള SDRF ഫണ്ടിലേക്ക്. ഇനി അത് SDRF ആണ് എന്നാണ് വാദം. ഞാനത് കണ്ടിച്ചു തരാം. ഒക്ടോബർ മാസം 1-ാം തീയതി നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഒക്ടോബർ മാസം SDRF ഫണ്ടിന്റെ കാര്യത്തിലൊക്കെ മാനദണ്ഡങ്ങൾ ബാധകമല്ലേ ശ്രീ പ്രശാന്ത് മലവയൽ? അത് കേന്ദ്ര മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമേ അത് ചെലവാക്കാൻ കഴിയൂ എന്നുണ്ട്. മറ്റൊന്ന്, അതിൽ ഉള്ളതിന്റെ 50% വെട്ടിക്കുറച്ചുകൊണ്ട് പൈസ കൊടുക്കുമ്പോൾ 1 രൂപ പോലും എടുക്കാനില്ല എന്ന് കേരളം പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ കണക്കുകളിൽ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ് ശ്രീ പ്രശാന്ത് മലവയൽ. ഞാൻ താങ്കളോട് വീണ്ടും ചോദിക്കും, താങ്കൾ വയനാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ സാങ്കേതികത്വം ഇത്രയധികം പറഞ്ഞുകൊണ്ട് ഇത് കഷ്ടപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം ശ്രീ പ്രശാന്ത് മലവയൽ. ഞാൻ ചോദിക്കുന്നത് എൻ്റെ വാദം ഒന്ന് പറഞ്ഞോട്ടെ. നമ്മൾ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇടപെടുമ്പോൾ നമുക്കിത് പറയാൻ എങ്ങനെ സാധിക്കും? 145 കോടി രൂപ ജൂലൈ മാസം 30-ാം തീയതി നടന്നിട്ടുള്ള ദുരന്തത്തിന് ശേഷം ജൂലൈ മാസം 31-ന് 145 കോടി രൂപ SDRFിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് അസാമാന്യ മര്യാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന്, പണം തികയില്ല എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട. എന്റെ പൊന്നേട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഇങ്ങനെ പറയുന്ന മാത്രമാണോ കാര്യം? വസ്തുത ഒന്ന് പറഞ്ഞോട്ടെ. ചേട്ടാ, വസ്തുത ഒന്ന് പറയട്ടെ ചേട്ടാ. എന്നെ ഒന്ന് പറയാൻ അനുവദിക്ക്. സമയം കുറവാണ്, അതുകൊണ്ടാണ്. പറയൂ. സമയം കുറവെന്നാണ് എന്നെ പറയാൻ സമ്മതിക്കണ്ടേ? എനിക്ക് പറയണ്ടേ മാഡം? ഒക്ടോബർ, അതായത് സമാനതകളില്ലാത്ത ദുരന്തമായതുകൊണ്ട് തന്നെയാണ് ഒക്ടോബർ മാസം 1-ാം തീയതി കൂടി, അതായത് അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്, ഞാനതിനെ ഖണ്ഡിക്കുന്നില്ല. ഈ ഡിസംബർ മാസത്തിൽ കൊടുക്കേണ്ട തുക ഒക്ടോബർ മാസം 1-ാം തീയതി കൂടി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ 394 കോടി രൂപ ഓൾറെഡി ബാക്കിയിരിക്കുമ്പോഴാണ് ഈ 300 കോടി രൂപ കൂടി അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നത്. ഇതെന്തിനാണ്? ദുരന്തം നടക്കുന്ന മേഖലകളിൽ ഉപയോഗിക്കാൻ തന്നെയാണ്. അത് കേരളത്തിൽ എവിടെ ദുരന്തം നടന്നാലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള തുകയാണ്. എന്തുകൊണ്ടാണ് അതിൽ നിന്ന് ഒരു 100 കോടി രൂപ എടുത്തിട്ട് ഇവിടുത്തെ ആളുകൾക്ക് കൊടുക്കാൻ എന്താണ് പ്രയാസം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ചോദ്യം. ഇവിടെ കറണ്ട് ബില്ല് അടക്കാൻ വിഷമപ്പെടുന്നു. മാനദണ്ഡം പറയൂ. അതായത് ഒരു വീടിന് 1,30,30,000 ഇങ്ങനെ തരത്തിൽ കണക്കുകൾ പറഞ്ഞുകൊണ്ടുള്ള മാനദണ്ഡം ഉണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശ്രീ റെജി ലൂക്കോസ്, ഏത് തരം? അതെ, ഉണ്ട്. മാനദണ്ഡങ്ങൾ ഉണ്ട്. മാനദണ്ഡങ്ങൾ എവിടെയാണ്? 6,000 രൂപ മാത്രമേ ഇവിടെയുള്ള ആളുകൾക്ക് വാടക കൊടുക്കാൻ പാടുള്ളൂ. 6,000 രൂപ. ഇത് എന്താണ്? കേന്ദ്ര സർക്കാർ പിടിച്ചു കഴിഞ്ഞു വയനാട്ടില് 180 കോടി രൂപയോളം അവിടെ വസ്ത്രങ്ങൾക്ക് മറ്റുമുള്ള സംസാരിക്കട്ടെ. കേരളത്തില് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ പ്രതിബദ്ധതയിലാണ് ന്യായീകരിക്കുന്നത്. ഇത് മറ്റൊരു കണക്ക് പറഞ്ഞ ആന്ധ്രയുടെയും ഹിമാചൽ പ്രദേശിന്റെയും മഹാരാഷ്ട്രയും കണക്ക് അതിനുള്ള മറുപടി എന്താണ് ശ്രീ പ്രശാന്ത് മലവയൽ? ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യം അതാണ്. അതുവരെ ഒന്ന് സമാധാനപ്പെട്. പറയൂ. എന്ത് സമാധാനപ്പെടാനാണ്? ആ ചോദ്യത്തിലേക്ക് ഒന്ന് വരണ്ടേ? എനിക്ക് അതൊന്ന് വരണ്ടേ? പറയൂ. താങ്കൾ മറുപടി പറയൂ. എന്റെ സഹോദരൻ ഒന്ന് നിർത്തു റെജിയേട്ടാ. നിങ്ങൾ അതായത് 145 പ്ലസ് 145 അങ്ങനെ 300 കോടി രൂപ അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ SDRFിന്റെ അക്കൗണ്ടിലുണ്ട്. അവിടെ എവിടെയാണ് മാഡം ഇവിടെ 300 രൂപ മാത്രമേ എല്ലാ ദിവസവും ആളുകൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുള്ളത്? ഇവിടെ എവിടെയാണ് മാഡം പിന്നെ കറണ്ട് ബില്ല് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ എവിടെയാണ് അവർക്ക് പിന്നെ ഒരു 10,000 രൂപ വെച്ച് അല്ലെങ്കിൽ ഒരു 15,000 രൂപ വെച്ച് വീടിന് വാടക കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്? ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ കയ്യിൽ
പിടിച്ച് കെട്ടിയിട്ടുള്ളത് മുഴുവൻ കെട്ടിപ്പിടിച്ചിരുന്ന് ഏതെങ്കിലും കാലത്ത് എവിടെയെങ്കിലും ദുരന്തം വരുമ്പോൾ ഉപയോഗിക്കാനാണ് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിനെതിരെ സമരം നടത്തിയാൽ ഇത് അംഗീകരിക്കില്ല എന്നുള്ളത് വസ്തുതാപരമായി തെളിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെമ്മോറാണ്ടം ഈ കഴിഞ്ഞ നവംബർ മെമ്മോറാണ്ടത്തിന്റെ അടിസ്ഥാനത്തിലാണോ ത്രിപുരയ്ക്കും ഹിമാചലിനും ആന്ധ്രയ്ക്കും മഹാരാഷ്ട്രയ്ക്കും ഒക്കെ സഹായം നൽകിയത്? അവിടെയാണ് ആ പോയിന്റ് ഞാൻ കൗണ്ടർ പറഞ്ഞു തരാം. അതായത് 394 കോടി രൂപ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് SDRF ഫണ്ടിലുണ്ട്. ഇവിടെ പുത്തുമല ദുരന്തം നടന്നിട്ട് 2018 പുത്തുമല ദുരന്തം കഴിഞ്ഞിട്ട് ഇന്നും അവിടുത്തെ വിക്ടിംസിന് അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇവരുടെ കയ്യിൽ പണമില്ലാഞ്ഞിട്ടായിരുന്നോ? അതായത് ദുരന്ത മേഖലയിൽ ഉപയോഗിക്കേണ്ട പണം ഉപയോഗിക്കാതെ അത് ബാക്കിയാക്കി കൊണ്ടുപോയാൽ പണം കിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ദുരന്ത മേഖലയ്ക്ക് ഉപയോഗിക്കാനുള്ള പണം ഉള്ളപ്പോൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഈ വർഷം തരേണ്ട പൈസ അഡ്വാൻസ് ആയിട്ട് തരുമ്പോൾ അത് ഇവിടെ ഈ മേഖലയിലേക്ക് ചെലവഴിക്കേണ്ട തുകയാണ്. അത് ചെലവഴിക്കാതെ അതവിടെ നിൽക്കട്ടെ. അത് നിങ്ങൾ ടെമ്പററി ആയിട്ട് ഇപ്പോൾ ചെലവഴിക്കേണ്ട തുകകളാണ്. പക്ഷെ അത് നിങ്ങൾ ചെലവഴിച്ചിട്ടില്ല, 1 രൂപ ചെലവഴിച്ചിട്ടില്ല. അത് നിങ്ങൾ കെട്ടിപ്പിടിച്ചിരുന്നോളൂ. പക്ഷേ ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വയനാട്ടിലെ ഒരു ആളാണ് ഞാൻ, ഈ ദുരന്തം നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞങ്ങൾ. നിങ്ങൾ എന്തിനാണ് ഇത്രയും ദിവസം ഇത് നീട്ടിക്കൊണ്ടുപോയത്? ഈ 103 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ എന്താണ് മെമ്മോറാണ്ടം കൊടുത്തത്? ആ മെമ്മോറാണ്ടം കൊടുത്തപ്പോഴും ഇവിടെ ഇവർക്ക് പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള ഭൂമി നിങ്ങളുടെ കയ്യിലുണ്ടോ? പുനരധിവാസത്തിന് വേണ്ടി എത്ര ആളുകളെ നിങ്ങൾ ഏതൊക്കെ മേഖലയിൽ പുനരധിവസിക്കുന്നു എന്നുള്ള ലിസ്റ്റ് അതിലെന്താണ് സർക്കാർ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് എന്ത് എന്നുള്ളതിലേക്കാണ് നമ്മൾ എത്തുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ ചോദിച്ച ചോദ്യം, അതായത് ഇപ്പോൾ സർക്കാർ ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ള രക്ഷാപ്രവർത്തനവും മറ്റു കാര്യങ്ങളും അതിലൊന്നും നമുക്കൊരു തർക്കവുമില്ല, ഒരു തരത്തിലും അതിനെ ഒന്നും നമുക്ക് അതൃപ്തി അറിയിക്കാനുമില്ല. പക്ഷേ അതിൽ ഇപ്പോൾ 8 ലക്ഷം രൂപ നൽകുന്നു, കൂടാതെ വാടക നൽകുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അടിയന്തരമായ ധനസഹായം നൽകുന്നു. ഇപ്പോഴും തിരിച്ചറിയാത്ത ആളുകൾ, ഇപ്പോൾ കുറച്ച് മുൻപാണ് 3 പേരെ തിരിച്ചറിഞ്ഞു എന്നൊരു വാർത്ത വരുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോഴും ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവർക്കും ധനസഹായവും മറ്റു കാര്യങ്ങളുമൊക്കെ നൽകേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എന്താണ് സർക്കാരിന് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന ചോദ്യമാണ് പ്രശാന്ത് മലവയൽ ഉന്നയിച്ചത്. 2 ടൗൺഷിപ്പുകൾ ഇതിനോടകം തന്നെ സർക്കാർ കണ്ടെത്തി. പക്ഷേ അത് കോടതിയിലേക്ക് പോകുന്ന സാഹചര്യമല്ലേ ഉണ്ടായത്? അല്ല, വാസ്തവത്തില് 600ഓളം ആളുകളുടെ ജീവനെടുത്ത 2 ഗ്രാമങ്ങള് പൂർണ്ണമായും നശിച്ച് ഉറ്റവരെ നഷ്ടപ്പെട്ട ഒരുപക്ഷെ ലോകത്തിന് മുമ്പിൽ തന്നെ വലിയ വാർത്തയായ ഒരു ദുരന്ത ഭൂമിയാണ് വയനാട്ടില്. കേരള സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു ചില്ലിക്കാശ് പോലും സഹായം എന്താണ് അവിടെ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമുണ്ട്. എന്തിനധികം 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പോലും അവിടെ നൽകിയ സേവനങ്ങൾ ഇവരുടെ കണ്ണു തുറക്കണ്ടേ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. മാലദ്വീപ് പ്രസിഡന്റ് ഡൽഹിയിൽ വന്നൊരു സഹായം എത്തിച്ചു $3000 കോടി അവർക്ക് കൊടുത്തു. കേരളത്തിന്റെ സർക്കാർ ഓഗസ്റ്റ് 16-ാം തീയതി, ഇദ്ദേഹം പറയുന്ന നുണയാ, പിടിച്ചു നിൽക്കാനായിട്ട് കടം പറയുന്നതായിരിക്കും പ്രിയപ്പെട്ട സുഹൃത്ത്, ഓഗസ്റ്റ് 16-ാം തീയതി ഡീറ്റെയിൽഡ് മെമ്മോറാണ്ടം കൊടുത്തു. അതും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച്